നമ്മുടെ മെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ബൈജു ഏട്ടനായിരുന്നു, കോമഡിയുടെ ഉസ്താദ്. കാരണം ആരെന്ത് പറഞ്ഞാലും കൗണ്ടറും പറഞ്ഞു ഓരോ കഥകളൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര രസകരമായിട്ടുള്ള, ഇതുപോലെ ആക്ഷൻ ഹീറോ ബിജു എന്ന സിനിമയിൽ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം പകർന്ന സീനായിരുന്നു അതിൽ. എൻ്റെ ഈ കൈയൊക്കെ വെച്ചിട്ടാണ് കളിച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇവന് ശരിക്കും കൂടെ നിൽക്കുന്ന ഓപ്പോസ് അവിടെ നിന്ന് ഇങ്ങോട്ട് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഒരു തികഞ്ഞ കലാകാരി തന്നെ. ഞാൻ ഇത്രയും നാൾ ചെയ്തതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള, ഒരുപാട് പേര് പറയും, ഇല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പറയും ഇത് വളരെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള അങ്ങനെ ഉള്ള പറച്ചിലല്ല. നിനക്ക് ഇവിടെ തന്നെ വന്ന് ടീം ഉണ്ടാക്കിയാലേ പറ്റുള്ളൂ അല്ലേ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം തേജാബായിലും അദ്ദേഹത്തിനോടൊപ്പം വർക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ശരിക്കും നല്ല സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള കക്ഷിയാണ് നമ്മുടെ ദീപു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ കരിങ്കുന്നം 6S എന്ന സിനിമയിലും തികച്ച് ഹ്യൂമറിന് പ്രാധാന്യമുള്ള ഒരു സിനിമയാണ്. എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് നെൽസൺ എന്നാണ്. ഞാൻ ഹ്യൂമർ അതൊക്കെ ഒരു സസ്പെൻസാണ്, അത് ഞാൻ തുറന്നങ്ങോട്ട് പറയുന്നില്ല എന്താണ് എൻ്റെ ക്യാരക്ടറെന്ന്. ക്യാരക്ടറിൻ്റെ പേര് നെൽസനാണ്, ഒരു ജയിൽ വാർഡനാണ്. വോളിബോൾ കളിക്കേണ്ടത് ശരീരം കൊണ്ട് മാത്രമല്ല, സ്കില്ല് കൊണ്ട് കൂടിയാ. ഞാൻ ഒരു ഘട്ടമെത്തുമ്പോൾ വോളിബോൾ കളിക്കുന്നുണ്ട്. എൻ്റെ ഈ കൈയൊക്കെ വെച്ചിട്ടാണ് കളിച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇവന് വല്ല കാര്യമുണ്ട് ഇതെന്നൊക്കെ ചിലപ്പോൾ തോന്നാം. അത് തികച്ചും സ്വാഭാവികമാണ്. ഞാൻ ഇത്രയും നാൾ ചെയ്തതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള, ഒരുപാട് പേര് പറയും, ഇല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പറയും ഇത് വളരെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള അങ്ങനെ ഉള്ള പറച്ചിലല്ല. ശരിക്കും ഞാൻ ഇതുവരെ ചെയ്യാത്ത ഒരു വേഷമാണ് കരിങ്കുന്നം 6Sൽ ചെയ്തിരിക്കുന്നത്. ക്യാരക്ടറിൻ്റെ പേര് നേരത്തെ ഞാൻ പറഞ്ഞതാണ്, നെൽസൺ എന്നാണ്. ശരിക്കും എനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നും. നമുക്ക് ആ കഥാപാത്രം ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം നൽകിയ ഒരു കഥാപാത്രമാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കും അതുപോലെ. ഞാൻ ഇപ്പോൾ എനിക്കെന്തെങ്കിലും സന്തോഷം വന്നാലേ എനിക്കത് ചെയ്യാൻ പറ്റൂ. എനിക്ക് സന്തോഷം. ഇതുപോലെ ആക്ഷൻ ഹീറോ ബിജു എന്ന സിനിമയിൽ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം പകർന്ന സീനായിരുന്നു അത്. അപ്പോൾ അതെങ്ങനെ വരും തിയേറ്ററിൽ, പ്രേക്ഷകർ എങ്ങനെ എടുക്കും എന്നൊക്കെ ഉള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ ഗംഭീരമായിട്ട് എന്നെ സ്വീകരിച്ചു. അതുപോലെ തന്നെ എന്ന് വെച്ചാൽ അതേമായിട്ടില്ല, ഇത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള റഫായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ. ഒരുപാട് രസകരമായിട്ടുള്ള അനുഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, നമ്മുടെ ജയിലിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഇത്രയും ടൈമൊക്കെ എടുത്ത് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അവിടെ നമ്മുടെ സിനിമാ താരങ്ങളായ, നമ്മുടെ മെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ബൈജു ഏട്ടനായിരുന്നു, കോമഡിയുടെ ഉസ്താദ്. കാരണം ആരെന്ത് പറഞ്ഞാലും കൗണ്ടറും പറഞ്ഞു ഓരോ കഥകളൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര രസകരമായിട്ടുള്ള ഒരു സെറ്റായിരുന്നു കരിങ്കുന്നം 6ൻ്റേത്. ഞാൻ ഇതിനു മുമ്പും മഞ്ജുവായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, ഹൗ ഓൾഡ് ആർ യു. അപ്പോൾ അതിൽ ഒരു സീൻ, മുഴുനീളമായിട്ടുള്ളൊരു സീൻ അഭിനയിക്കാനൊരു ഭാഗ്യം കിട്ടി. സംഭവം മലയാളികളെല്ലാവർക്കും, അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് പ്രിയങ്കരിയായ താരം തന്നെയാണ് നമ്മുടെ മഞ്ജു വാര്യർ. അപ്പോൾ അവരുമായിട്ടൊക്കെ ഒരു സ്ക്രീൻ ഷെയർ ചെയ്യാൻ കിട്ടുന്ന അവസരം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു കലാകാരൻ എന്ന നിലയ്ക്ക് എനിക്ക് ഒരുപാട് സന്തോഷം ഉളവാക്കിയ സന്ദർഭങ്ങളാണ്. അവരുമായിട്ട് അത്രയും അടുത്ത് നിന്ന്, അതായത് സാധാരണ ഹ്യൂമർ ആ രീതിയിലുള്ള കഥാപാത്രങ്ങളാണ് ഞാൻ അതിലൊക്കെ ചെയ്തതെങ്കിൽ ഇതിൽ തികച്ചും വ്യത്യസ്തമായിട്ട് വളരെ റഫ് ആൻഡ് ടഫ് ആയിട്ടാണ് അവരുമായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ ശരിക്കും കൂടെ നിൽക്കുന്ന ഓപ്പോസ് അവിടെ നിന്ന് ഇങ്ങോട്ട് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഒരു തികഞ്ഞ കലാകാരി തന്നെയാണ്. അതിപ്പോൾ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളൊക്കെ കിട്ടുന്നത് ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു. ഞങ്ങൾ ഈ കളി ജയിക്കും നെൽസൺ. എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ഞാനും അതിൽ വോളിബോൾ കളിച്ചിട്ടുണ്ട്.
പിന്നെ നേരത്തെയൊക്കെ കളിക്കായിരുന്നു. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഈ കൈ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഒരൊറ്റ ബോള് കറക്റ്റ് നമ്മൾ കിക്ക് എടുക്കുന്നത് ഒന്ന് സൈഡ് മാറിക്കഴിഞ്ഞാൽ എൻ്റെ കൈ ഒടിയും. കാര്യം കമ്പിയിലാണിത് നിൽക്കുന്നത്. അപ്പോൾ അത് കാരണം എന്നാലും ഞാൻ മനോഹരമായിട്ട് കളിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് എൻ്റെ വിശ്വാസം. പിന്നെ ഡയറക്ടറും പറഞ്ഞു. പിന്നെ ദീപുമായിട്ട് വീണ്ടും ഒരു ചിത്രത്തിലൂടെ സഹകരിക്കാൻ സാധിച്ചതെന്ന് പറയുന്നത് ഒരു വളരെ സന്തോഷമാണ്. കാരണം അദ്ദേഹം വളരെ നല്ല നമ്മുടെ കമ്പനി, എല്ലാവരുമായിട്ട് നല്ല കമ്പനി. പിന്നെ സെറ്റിൽ നല്ല തമാശകൾ, പുള്ളിയുടേതായിട്ടുള്ള തമാശകളുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നല്ല രസകരമായിട്ടുള്ള ഷൂട്ടിംഗ് ആയിരുന്നു. അപ്പോൾ അത്രയും രസകരമായിട്ട് ഷൂട്ട് ചെയ്തുകൊണ്ട് തന്നെ ആ സിനിമ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തീർച്ചയായിട്ടും രസിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും. പിന്നെ ഈ വോളിബോൾ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു സിനിമയിലേക്ക് വരുന്നത്. ഇപ്പോൾ ഈ റംസാൻ അല്ലേ, ഈ റംസാൻ ഇറങ്ങുന്ന ചിത്രത്തിൽ തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് പ്രിയങ്കരമായിട്ടുള്ള ഒരു ചിത്രം തന്നെയായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ബൈ. കരിങ്കുന്നം സിക്സസ് എന്ന് പറയുന്നത് ആദ്യമായി അറ്റംപ്റ്റ് ചെയ്യുന്നൊരു സ്പോർട്സ് മൂവിയാണ്. അപ്പോൾ അത് ഇതിൻ്റെ ഒരു ഔട്ട്കം എങ്ങനെയാവുമെന്ന് ആർക്കും ചെയ്ത് മുൻപരിചയമുള്ളൊരു പ്ലാറ്റ്ഫോമോ അല്ല. അതുകൊണ്ട് നമ്മളാൽ കഴിയുന്ന രീതിയിൽ അതിൻ്റെ തിരക്കഥയും എല്ലാം രസകരമായിട്ടും എൻ്റർടൈനിങ് ആയിട്ടും, ശരിക്കും പറഞ്ഞാൽ സ്പോർട്സ് മൂവി എന്ന് പലപ്പോഴും പറയുമ്പോൾ ഒരു ഇൻസ്പയറിംഗ് ഫാക്ടർ മാത്രമാണ് അതിൽ ഏറ്റവും കൂടുതൽ പ്രയറായിട്ട് നിൽക്കാറുള്ളത്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ മാക്സിമം അതിനകത്തൊരു ഫണ്ണും ഇതുമെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ ഒരു മാസ് അപ്പീൽ അല്ലെങ്കിൽ ഒരു മാസ് എൻ്റർടൈനറായിട്ടാണ് ഈ സിനിമയുടെ തിരക്കഥ ചിട്ടപ്പെടുത്തിയിരിക്കുന്നതും. അതായത് 6 വയസ്സുള്ളൊരു കുട്ടി മുതൽ 70 80 വയസ്സുള്ള ഒരു വരെ ഒരേ ഇതിൽ കാണാൻ കഴിയുന്ന രീതിയിലാണ് ഇതിൻ്റെ തിരക്കഥ പാകം ചെയ്തിരിക്കുന്നത്.